ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഗ്രികൾച്ചർ ഇക്കണോമിക്സിൽ ഞാൻ എടുക്കുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് ഫാം ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ. ഓക്കെ, അപ്പോൾ എന്താണ് ഫാം ബഡ്ജറ്റിംഗ്? Budgeting can be used to select the most profitable plan from among a number of alternatives and to test the profitability of any proposed change in plan. It involves testing a new plan before implementing. അപ്പോൾ ഫാം ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റിംഗ് എക്സ്പെക്റ്റഡ് ഇൻകം, എക്സ്പെൻസസ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് ഫാം ബിസിനസ്. ഒരു കർഷകൻ ബിസിനസ് നടത്തുമ്പോൾ അയാൾ എസ്റ്റിമേറ്റ് ചെയ്യുക, അയാൾ ലക്ഷ്യമിടുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന വരുമാനം, ചെലവ്, ലാഭം ഇതിനെയൊക്കെ കുറിക്കുന്ന ഒരു വേർഡാണ് ഫാം ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്ക് ടൈപ്സ് ഓഫ് ഫാം ബഡ്ജറ്റ്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഫാം ബഡ്ജറ്റ് പറയുന്നത്. ഒന്ന് എൻ്റർപ്രൈസ് ബഡ്ജറ്റ്. എൻ്റർപ്രൈസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സിംഗിൾ ക്രോപ്പ് ഓർ ലൈഫ് സ്റ്റോക്ക് കമ്മോഡിറ്റി ബീയിങ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദ ഫാം. ഒരു ഫാമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിംഗിൾ ക്രോപ്പോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് കമ്മോഡിറ്റിയോ ആണ് ആ എൻ്റർപ്രൈസിനെയാണ് എന്ത് പറയുന്നത്, എൻ്റർപ്രൈസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആൻഡ് എൻ്റർപ്രൈസ് ബഡ്ജറ്റ് ഈസ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ഓൾ ഇൻകം ആൻഡ് എക്സ്പെൻസസ് അസോസിയേറ്റഡ് വിത്ത് എ സ്പെസിഫിക് എൻ്റർപ്രൈസ് ആൻഡ് എസ്റ്റിമേറ്റ് ഓഫ് ഇസ് പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ എൻ്റർപ്രൈസ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അതിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, അതിലെ എല്ലാ വരുമാനവും ചെലവുകളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന വരുമാനവും ചെലവും ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് എൻ്റർപ്രൈസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് പാർഷ്യൽ ബഡ്ജറ്റാണ്. It is used to calculate the expected change in profit for a proposed change in the farm business. Partial budget is best adopted to analyzing relatively small change in the whole farm plan. അപ്പോൾ പാർഷ്യലായിട്ട് നമ്മൾ ഇതിൻ്റെ ബിസിനസ് നടത്തുമ്പോൾ അതിൻ്റെ പാർഷ്യലായിട്ടുള്ള കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ചേഞ്ച് ഇൻ ദ ഫാം പ്ലാൻ ഓർഗനൈസേഷൻ അഡോപ്റ്റഡ് ടു അനലൈസിസ് യൂസ് ഓഫ് പാർഷ്യൽ ബഡ്ജറ്റ് ആർ ഓഫ് 3 types. 3 തരത്തിലാണ് പാർഷ്യൽ ബഡ്ജറ്റ് പറയുന്നത്. ഒന്ന് എൻ്റർപ്രൈസ് സബ്സ്റ്റിറ്റ്യൂഷൻ. This include complete or partial substitution of one enterprise for another. For example, substitution of sunflower for groundnut. ഏതെങ്കിലും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുക. രണ്ടാമത്തെ പറയുന്നത് ഇൻപുട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. മെഷീനറി ഫോർ ലേബർ, ചേഞ്ചിങ് ലൈഫ് സ്റ്റോക്ക് റേഷൻ, ഓയിങ് മെഷീൻ ഇൻസ്റ്റെഡ് ഓഫ് ഹയറിങ്, ഇൻക്രീസിങ് ഓഫ് ഡിക്രീസിങ് ഫെർട്ടിലൈസേഴ്സ് ഓർ കെമിക്കൽ. ഏതെങ്കിലും ഒന്നിന് പകരം ഇൻപുട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. മൂന്നാമത്തെ സൈസ് ഓർ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ. ദിസ് ഇൻക്ലൂഡ് ചേഞ്ച് ഇൻ ദ ടോട്ടൽ സൈസ് ഓഫ് ദ ഫാം ബിസിനസ് ഓർ ഇൻ ദ സൈസ് ഓഫ് സിംഗിൾ എൻ്റർപ്രൈസ്, ബൈയിങ് ഓർ റെൻറ്റിങ് അഡീഷണൽ ലാൻഡ്, എക്സ്പാൻഡിങ് ഓർ ഡിക്രീസിങ് എൻ്റർപ്രൈസ്. ഒരു സംരംഭത്തിൻ്റെ വലിപ്പം കൂട്ടുക, അതായത് ഇപ്പോൾ 1 ഏക്കറിൽ നിന്ന് പകരം 2 ഏക്കറിൽ നമ്മൾ കൃഷി ചെയ്യുക, ആ രീതിയിലുള്ള മാറ്റം. ഇത്രയാണ് ടൈപ്സ് ഓഫ് ഫാം ബഡ്ജറ്റ് പറയുന്നത്. അതിൽ രണ്ടാമത്തേൽ പറയുന്നത്. പിന്നെ മൂന്നാമത്തെ പറയുന്നത് കംപ്ലീറ്റ് ബഡ്ജറ്റ്. ഇപ്പോൾ പ്രധാനമായിട്ട് 4 എണ്ണമാണ്, 2 എണ്ണം ഞാൻ പറഞ്ഞത്. 4 അതിൽ 1 എൻ്റർപ്രൈസ്, 2 പാർഷ്യൽ, അതിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമത്തെ കംപ്ലീറ്റ് ബഡ്ജറ്റ് ഓർ ഹോൾ ഫാം ബഡ്ജറ്റ് എന്നും കൂടി പറയും. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് ഇൻകം, എക്സ്പെൻസസ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് ഫേം ആസ് എ ഹോൾ. ഒരു ഫേമിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ മുഴുവനായിട്ടുള്ള വരുമാനം, ചെലവ്, അതുപോലെ ലാഭം ഇതിനെ കുറിക്കുന്നതാണ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ഹോൾ ഫാം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ക്യാഷ് ഫ്ലോ ബഡ്ജറ്റ്. ഇറ്റ് ഈസ് സമ്മറി ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഫോർ എ ബിസിനസ് ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഒരു ബിസിനസ് നടത്തുമ്പോൾ ഗിവൺ പീരീഡ് ഓഫ് ടൈം നമ്മളൊരു വർഷം പറയുകയാണെങ്കിൽ ആ ഒരു വർഷത്തിൽ അതിൻ്റെ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസിനെ കുറിക്കുന്നതാണ് ക്യാഷ് ഫ്ലോ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈമറി പർപ്പസ് ഈസ് ടു എസ്റ്റിമേറ്റ് ദ ഫ്യൂച്ചർ ബോറോയിങ് നീഡ്സ് ആൻഡ് ലോൺ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഓഫ് ദ ഫാം ബിസിനസ്. അപ്പോൾ ഈ ക്യാഷ് ഫ്ലോ ബഡ്ജറ്റിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഫ്യൂച്ചർ ബോറോയിങ് നീഡ്സിനെ കുറിച്ചും ലോൺ റീപേയ്മെൻറ്റ് കപ്പാസിറ്റിയെക്കുറിച്ചൊക്കെ പഠിക്കുക എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് പറയുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ബേസിക് സ്റ്റെപ്പ് ഇൻ ഫാം പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഫാം പ്ലാനിങ്ങിലും ബഡ്ജറ്റിങ്ങിലുള്ള പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എന്താണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 5 സ്റ്റെപ്പുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് സബ് പോയിൻ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് റിസോഴ്സ് ഇൻവെൻറ്ററിയാണ്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹോൾ പ്ലാൻ ഈസ് ഡയറക്ട്ലി ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദ അക്യുറേറ്റ് ഇൻവെൻറ്ററി ഓഫ് അവൈലബിൾ റിസോഴ്സസ്. റിസോഴ്സ് പ്രൊവൈഡ് ദ മീൻസ് ഫോർ പ്രൊഡക്ഷൻ ആൻഡ് പ്രോഫിറ്റ്. ടൈപ്പ് ആൻഡ് ക്വാളിറ്റി ഓഫ് റിസോഴ്സസ് അവൈലബിൾ ഡിറ്റർമിൻ ദ ഇൻക്ലൂഷൻ ഓഫ് എൻ്റർപ്രൈസ് ഇൻ ഹോൾ ഫാം ബിസിനസ്. അപ്പോൾ റിസോഴ്സ് ഇൻവെൻറ്ററി എന്ന് പറയുമ്പോൾ ഫാം പ്ലാനിങ്ങിലായിക്കോട്ടെ ബഡ്ജറ്റിംഗ് ആയിക്കോട്ടെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സ്, പ്രൊഡക്ഷൻ ആൻഡ് പ്രോഫിറ്റ് ഒക്കെ അല്ലേ, ടൈപ്പ് ഓഫ് ക്വാളിറ്റി റിസോഴ്സസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ലാൻഡാണ്. ലാൻഡ് റിസോഴ്സ് ഷുഡ് റിസീവ് ടോപ്പ് പ്രയോറിറ്റി വെൻ കംപ്ലീറ്റിംഗ് റിസോഴ്സ് ഇൻവെൻറ്ററി. ഒരു റിസോഴ്സ് ഇൻവെൻറ്ററിയിലെ ടോപ്പ് പ്രയോറിറ്റി ലാൻഡിനാണ് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫിക്സഡ് റിസോഴ്സ്. ലാൻഡ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് ആണ്. ഫോളോയിങ് ആർ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഐറ്റം ടു ബി ഇൻക്ലൂഡഡ്. ലാൻഡ് ഇൻവെൻറ്ററിയിൽ പറയുന്ന കാര്യങ്ങൾ
total number of acres, soil type, soil fertility, water supply, drainage problem, existing soil conservation, existing and potential pest and weed problems, climatic factors including annual rainfall, growing season, etc. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ലാൻഡ് എന്നുള്ള ഫിക്സഡ് റിസോഴ്സസിൽ പറയുന്നത്. രണ്ടാമത്തെ പറയുന്നത് ബിൽഡിങ്സ് ആണ്. ലിസ്റ്റ് ഓഫ് ഓൾ ഫേം ബിൽഡിങ്സ് എലോങ് വിത്ത് ദർ സൈസ്, കപ്പാസിറ്റി, പൊട്ടൻഷ്യൽ യൂസസ്. ഒരു ബിൽഡിംഗ് അല്ലെ, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഒരു ബിൽഡിംഗ് ആവശ്യമാണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ സൈസ്, വലിപ്പം എത്രയായിരിക്കണം, കപ്പാസിറ്റി, പൊട്ടൻഷ്യൽ യൂസ്. ലൈഫ് സ്റ്റോക്ക് എൻ്റർപ്രൈസസ് ആൻഡ് ക്രോപ്പ് സ്റ്റോറേജ് മേ ബി സിവിയർലി ലിമിറ്റഡ് ഇൻ ബോത്ത് നമ്പർ ആൻഡ് സൈസ് ഓഫ് ബിൽഡ് അവൈലബിൾ. മൂന്നാമത്തെ ലേബർ ഷുഡ് ബി അനലൈസ് ഫോർ ബോത്ത് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. Quantity can be measured in man days of labor available from the farm operator, family members, the hired labor. Labor quality is more difficult to measure, but any special skills, training and experience should be noted. അപ്പോൾ ഈ ലേബറിനെ കുറിച്ച് പറയുമ്പോൾ ക്വാണ്ടിറ്റിയും ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എത്ര ഒരു ജോലിക്ക് എത്ര ലേബേഴ്സ് വേണം എന്ന രീതിയിൽ, ക്വാളിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ലേബറിന് ഉണ്ടാവേണ്ട ക്വാളിറ്റിയെക്കുറിച്ച് പറയുന്നു. അടുത്തത് മെഷീനറി. ഇറ്റ് ഈസ് ആൾസോ എ ഫിക്സഡ് റിസോഴ്സ്. ദ നമ്പർ, സൈസ് ആൻഡ് കപ്പാസിറ്റി ഓഫ് ദ അവൈലബിൾ മെഷീനറി ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻവെൻ്ററി. പിന്നെ ക്യാപിറ്റൽ, ഫാമേഴ്സ് ഓൺ ക്യാപിറ്റൽ ആൻഡ് എസ്റ്റിമേറ്റ് ഓഫ് എമൗണ്ട് വിച്ച് ക്യാൻ ബി ബോറോഡ് റെപ്രസെൻറ്റ് ക്യാപിറ്റൽ അവൈലബിൾ ഫോർ ഡെവലപ്പിംഗ് ഹോൾ പ്ലാൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ജനറലായിട്ട് പറയാൻ കഴിയുന്ന കാര്യമാണ്. ലാൻഡ് ആയാലും ബിൽഡിംഗ് ആയാലും ലേബർ, മെഷീനറി, ക്യാപിറ്റൽ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അടുത്തതായാലും ഒരു പോയിൻറ്റും കൂടി ഉണ്ട്, മാനേജ്മെൻറ്റ്. അസസ്മെൻറ്റ് ഓഫ് ദ മാനേജ്മെൻറ്റ്. നമ്മൾ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പറയുമ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസ്, ഏകദേശം അതേ മോഡൽ തന്നെയാണ് പറയുന്നത് അല്ലേ. ലാസ്റ്റ് വൺ ഓർഗനൈസേഷനാണ്. മാനേജ്മെൻറ്റ് പറഞ്ഞാൽ ഓർഗനൈസ് ചെയ്യുക. അസസ്മെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് റിസോഴ്സ് ഷുഡ് ഇൻക്ലൂഡ് നോട്ട് ഓൺലി ഓവറോൾ മാനേജ്മെൻറ്റ് എബിലിറ്റി ബട്ട് ആൾസോ സ്പെഷ്യൽ സ്കിൽസ്, ട്രെയിനിങ്, സ്ട്രെങ്ത്, വീക്ക്നെസ് ഓഫ് മാനേജർ. ഇത്രയാണ് ഒന്നാമത്തെ പോയിൻ്റ് സബ് പോയിൻ്റായിട്ട് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ പോയിൻ്റാണ്, ഐഡൻറ്റിഫയിങ് എൻ്റർപ്രൈസസ് ബേസ്ഡ് ഓൺ റിസോഴ്സ് ഇൻവെൻ്ററി. Certain crop and livestock enterprises will be feasible alternatives. Care should be taken to include all possible enterprises to avoid missing enterprise with profit potential. അപ്പോൾ എൻ്റർപ്രൈസസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അവരുടെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. അടുത്തത് എസ്റ്റിമേഷൻ ഓഫ് കോഎഫിഷ്യൻറ്റ്. ഈച്ച് എൻ്റർപ്രൈസ് ഷുഡ് ബി ഡിഫൈൻഡ് ടു സ്മാൾ യൂണിറ്റ് സച്ച് 1 acre or hectare for crops and 1 head for livestock. അപ്പോൾ ഓരോ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് 1 ഏക്കർ സ്ഥലത്തുള്ളത് 1 ഹെക്ടറിലോ അങ്ങനെയൊക്കെ ആവാം. ദ റിസോഴ്സ് റിക്വയർമെൻറ്റ് പെർ യൂണിറ്റ് of each enterprise or the technical coefficient must be estimated. അടുത്തത് എസ്റ്റിമേറ്റിംഗ് ഗ്രോസ് മാർജിൻ. എ ഗ്രോസ് മാർജിൻ ഈസ് എസ്റ്റിമേറ്റഡ് ഫോർ സിംഗിൾ യൂണിറ്റ് ഓഫ് ഈച്ച് എൻ്റർപ്രൈസ്. ഓരോ എൻ്റർപ്രൈസിൻ്റെ സിംഗിൾ യൂണിറ്റിനനുസരിച്ച് ഗ്രോസ് മാർജിൻ എസ്റ്റിമേറ്റ് ചെയ്യാം. ഗ്രോസ് മാർജിൻ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ഇൻകം ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. മൊത്തം വരുമാനവും അതുപോലെ തന്നെ മൊത്തം വിഭേദക ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ് ഗ്രോസ് മാർജിൻ എന്ന് പറയുന്നത്. കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് മാർജിൻ റിക്വയർ ദ ഫാമേഴ്സ് ബെസ്റ്റ് എസ്റ്റിമേറ്റ് ഓഫ് yield ഫോർ ഈച്ച് എൻ്റർപ്രൈസ് ആൻഡ് എക്സ്പെക്റ്റഡ് പ്രൈസസ് ഫോർ ദ ഔട്ട്പുട്ട്. കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് റിക്വയർസ് list each of variable input needed, the amount required, and last point, developing whole farm plan. All information necessary to recognize whole farm plan is now ready for use. Systematic procedure to whole farm planning is identifying the most limiting resources and selecting those enterprises. അതിൽ ഗ്രോസ് മാർജിൻ എന്ന് പറയുമ്പോൾ റിട്ടേൺ പെർ യൂണിറ്റ് ഓഫ് റിസോഴ്സ് ഈക്വൽ ടു യൂണിറ്റ് ഓഫ് റിസോഴ്സ് റിക്വയർഡ്. ലാൻഡ് വിൽ ജനറലി ബി എ ലിമിറ്റിംഗ് റിസോഴ്സ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ് ഗുഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അറ്റ് സം പോയിന്റ് ഇൻ ദ പ്ലാനിംഗ് പ്രൊസീജിയർ resource other than land may become more limiting and emphasis shifted to identifying enterprises with the greatest return or gross margin per unit of these resources. അപ്പോൾ ഇത്രയാണ് ബേസിക് സ്റ്റെപ്സ് ഇൻ ഫാം പ്ലാനിങ് ഓർ ഫാം ബഡ്ജറ്റിംഗ് എന്നുള്ള ഇതിൽ വരുന്നത് 5 പോയിൻ്റാണ്. അതിൽ ഒന്നാമത്തെ പോയിൻറ്റിന് മാത്രം സബ് പോയിൻ്റായിട്ട് പഠിക്കുക, ബാക്കി 4 അങ്ങനെ പഠിച്ചു വയ്ക്കുക. ഇന്നത്തോടു കൂടി എൻ്റെ അഗ്രികൾച്ചറൽ ഇക്കണോമിക്സ് ഞാൻ എടുത്ത ടീച്ചർ ഫസ്റ്റ് മൊഡ്യൂൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ മൊഡ്യൂളിൽ ശ്രീന ടീച്ചറുടെ 2 ഭാഗമാണ് കഴിഞ്ഞ ദിവസം ഇന്നൂട്ട വീഡിയോയിൽ പറയുന്നത്. ഓക്കെ.